ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റയീസ്. ഗൂഗിളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള പ്രത്യേകതകൾ എന്തെല്ലാം? ഒരുപാട് ബിസിനസ് സാധ്യതകളും ഒരുപാട് തൊഴിലവസരങ്ങളും നൽകിക്കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റലി ഒരു സാധനത്തിനെ മാർക്കറ്റ് ചെയ്യുക, അതുതന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നാം ഉപയോഗിച്ചിരുന്ന ടൂളുകൾ നോട്ടീസ്, ബ്രോഷർ, ഫ്ലെക്സ്, ഹോർഡിങ്സ് അതുപോലത്തെ ടൂളുകളാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ്. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്സ് അതുപോലത്തെ ടൂളുകളാണ് നമ്മൾ ഡിജിറ്റലി യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ നമ്മുടെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സിമ്പിളായി പറയാൻ കഴിയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചുള്ള ഒരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് നാം എത്തുമ്പോൾ നമുക്ക് ആക്യുറേറ്റായി വളരെ കൃത്യതയോടെ നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് നമ്മളുടെ ഇൻഫർമേഷൻസ്, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയാസ് എല്ലാം എത്തിക്കാൻ സാധിക്കും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വളരെയധികം വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഏജ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ജെൻഡർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ടാർഗറ്റിങ്ങിലൂടെ നമുക്ക് കറക്റ്റായ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് നമുക്കൊരു ഏരിയ മാത്രം, അതായത് നമ്മൾ എറണാകുളം ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒരു സെലക്റ്റഡ് ലൊക്കേഷൻ മാത്രം കണ്ടാൽ മതി, അവിടെയുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷൻ നമുക്ക് സുഹൃത്തുക്കളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം, അതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു നോട്ടീസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ നോട്ടീസ് എത്ര പേര് കണ്ടു, അത് എത്ര റെസ്പോൺസ് ലഭിച്ചു, അതിനെത്ര റിവ്യൂസ് വന്നു, അല്ലെങ്കിൽ മീൻസ് നമുക്ക് അതിൻ്റെ റെസ്പോൺസുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. നമുക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തു. നമുക്ക് അതിൻ്റെ കറക്റ്റ് റെസ്പോൺസുകൾ, അതായത് എത്ര ആൾ ലൈക്ക് അടിച്ചു, എത്ര ആൾക്ക് റീച്ച് എത്തി, എത്ര ആൾ കമൻറ്റ് അടിച്ചു, അങ്ങനത്തെ കറക്റ്റ് റെസ്പോൺസുകൾ, അത് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ റീച്ച് വന്നത്, ഏത് ഏജ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ റീച്ച് വന്നത്, ഏത് യൂസേഴ്സാണ്, അതായത് ആൻഡ്രോയിഡ് യൂസേഴ്സാണോ iOS യൂസേഴ്സാണോ ഡെസ്ക്ടോപ്പ് യൂസേഴ്സാണോ കൂടുതൽ റീച്ച് വന്നത്, അങ്ങനെയുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനലിറ്റിക്സ് നമുക്കതിൽ ലഭിക്കും. ഓരോ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലിറ്റിക്സ് നോക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്യാമ്പയിനുകൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന പ്രത്യേകതകൾ. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഒരു 10,000 നോട്ടീസ് അടിക്കുന്നതിനേക്കാൾ ലെസ് എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് 10,000 ആളുകളിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എത്തിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിട്ട് മോർ പ്രൊഡക്റ്റ് സെയിൽ ഓർ മോർ ബിസിനസ് നമുക്ക് ഇതിലൂടെ ലഭിക്കും. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നമുക്ക് മെയിൻലി 3ആയി തരംതിരിക്കാൻ സാധിക്കും: SEO, SEM, SMM, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ 3ആയി തരംതിരിക്കാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പാർട്ടുകളാക്കി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടെക്നോളജി സംബന്ധമായ വീഡിയോസുകളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എത്തിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.